സൂപ്പർ മമ്മിയാണ് കേട്ടോ. പള്ളത്തി നമ്മളിത് ഇപ്പോൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയും പപ്പയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു. എടുത്തു വെച്ചോ. വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് മാസ്കിൻ്റെ ആവശ്യം എന്താണെങ്കിലും ഇല്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, നാളെയാണ് നമ്മൾ ആരും പുറത്തിറങ്ങാൻ പാടില്ലാത്ത ദിവസം. നിങ്ങളിപ്പോൾ തന്നയിലുണ്ടല്ലേ, ശുദ്ധ മണ്ടത്തരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന സാധനം ആനിമൽസ് വഴിയോ മീൻ വഴിയോ ഒന്നും പകരത്തില്ല. അങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ആരും ഈ സമയത്ത് ആവശ്യമില്ലാതെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നാളത്തെ ദിവസം എന്താണെങ്കിലും അപ്പോൾ ആരും പുറത്തിറങ്ങത്തില്ലായിരിക്കും. കാര്യം അത് പറയുന്നത് വലിയൊരു കാര്യമുണ്ട്. ഈ വൈറസ് എന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതലത്തിലൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും പുറത്തിറങ്ങാതിരിക്കുവാണെങ്കിൽ അതിനകത്തൊരു വലിയൊരു കുറവുണ്ടാകും. നമ്മൾ പയ്യെ ഒരു സ്ഥലം വരെ ചൂണ്ടിയിടാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മിച്ചമുള്ള സ്ഥലമാണ്. നമ്മളോട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഒരു ഇഷ്യൂ ആയിട്ടൊരു വീഡിയോ ചെയ്യണം. കാരണം നമുക്ക് ഏകദേശം 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിയൊരു അവയർനെസ് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നമ്മൾ പോകുന്ന ഏരിയ ആൾക്കാരൊന്നും വരാത്ത കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ അധികം ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലോ ഒന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും കയ്യിലൊരു സാനിറ്റൈസർ കൊണ്ടു നടക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ചൂണ്ടിടാൻ പോകുന്നതായതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു മിനിമം 3 പാക്കറ്റ് ഹാൻഡ് സാനിറ്റൈസർ കാണുമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിഷിങ്ങും ചെയ്യുന്ന സമയത്ത് ബെയ്റ്റ് ഒക്കെ ഇടുന്ന സമയത്തും അല്ലെങ്കിൽ മീനിനെ പിടിക്കുമ്പോഴും അതിൻ്റെ ഉളുമ്പൊക്കെ പോകാനായിട്ട് നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ഹാബിറ്റാണ്. രോഗമില്ലാത്ത ആൾക്കാർ മാസ്ക് വെക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും മുഖത്ത് പിടിക്കുന്ന ഒരു ശീലമുണ്ട്. മുഖത്ത് മൂക്കിലൊക്കെ പിടിക്കുന്ന ഒരു ശീലമുണ്ട്. അത് പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ മാസ്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും മുഖത്ത് ടച്ച് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തൊക്കെ പോവുകയാണെങ്കിലും മാസ്ക് ഉണ്ടെങ്കിൽ അത് വെക്കുവാണെങ്കിൽ നമ്മൾ മുഖത്തൊന്നും പിടിക്കാതൊക്കെ ഇരിക്കും. അപ്പം പെട്ടെന്ന് ഇത് പകരുന്നതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പം നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിനടുത്ത് നിന്ന് ജസ്റ്റ് തൊട്ടടുത്ത സ്ഥലമാണ്. റോഡൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റോഡിലൊന്നും അധികം ആൾക്കാരുന്നില്ല, കടയെല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മളിതേ സ്ഥലത്ത് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബോധവൽക്കരണം ഇത്രയൊക്കെ ചെയ്തിട്ട് പുറത്തുനിന്ന് വരുന്ന ഓരോരുത്തന്മാരൊക്കെ കാണിക്കുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരുത്തം വന്നിട്ട് 14 ദിവസം ഐസൊലേഷനാണ്. എൻ്റെ പൊന്നു ചേട്ടാ, റോഡ് 14 ദിവസം ഐസൊലേഷൻ ആണെന്ന് പറഞ്ഞ് വിട്ടിട്ട് പുള്ളി പോകാത്ത പരിപാടികളൊന്നുമില്ല. കല്യാണം, മരിച്ചടക്ക്, ബർത്ത്ഡേ, അതിൻ്റെ കൂടെ ഫുട്ബോൾ കളി, മാങ്ങാത്തൊലി, എല്ലാ പരിപാടിക്കും. ഇവനൊക്കെ 5 വയസ്സുടെ വിവരമുണ്ടോ? അവൻ ഒറ്റ ഒരുത്തം കാരണം ഇന്ന് കാസർഗോഡ് അവൻ തന്നെ വിളിക്കും. ഇവനൊക്കെ വിദ്യാഭ്യാസമോ പൈസയോ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. സാമാന്യ ബോധം എന്ന് പറയുന്നൊരു സാധനം വേണം മനുഷ്യന്. അവൻ്റെ വീട്ടുകാർക്ക് വരുത്തി, ഓക്കെ, വീട്ടുകാരായിക്കോട്ടെ, ക്ഷമിച്ചോളൂ. നാട്ടുകാർക്കും കൂടെ പരത്താനായിട്ട് എനിക്കൊക്കെ മമ്മിക്ക് എന്താ തോന്നുന്നത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്? ഇവനക്ക് സാമൂഹ്യ വിരുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ ഇവനൊക്കെ വേണം അക്ഷരം തെറ്റ സാമൂഹ്യ വിരുദ്ധം എന്ന് വിളിക്കാനായിട്ട്. മാക്സിമം ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണെന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും സാങ്കേതിക വിദ്യയും മെഡിക്കൽ രംഗവും ഒക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയ സമയത്ത് 11,000 പേര് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മളിവിടെ എനിക്ക് തോന്നുന്നു 3ാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു. ഇതും കൂടെ കൂട്ടി നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടം വിതച്ചിട്ടിരിക്കുമായിരുന്നു. അന്ന് നെല്ല് കയറിയ ഒരു സമയമായിരുന്നു. നമ്മൾ 2ാമത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ടത്തിലെ നെല്ല് നല്ല പാകമായിട്ട് നല്ല പച്ച വെച്ച് കിടക്കുമായിരുന്നു. നമ്മൾ 3ാമത്തെ വീഡിയോ ചെയ്തപ്പോൾ അതെല്ലാം കൊയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റുന്ന സമയമാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു ഓഫ് റോഡാണ് കേട്ടോ. വഴി അങ്ങോട്ട് ടാർ ചെയ്തിട്ടില്ല. ഇതൊരു അത്യാവശ്യം നല്ലൊരു വലിയൊരു കലുങ്കാണ് കേട്ടോ. നല്ല കട്ടിയുള്ളൊരു കലുങ്ക. നിങ്ങൾ ഈ സൈഡിൽ ഇത് കരിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇത് കണ്ടം കരിക്കുന്നതാണ് കേട്ടോ. അതായത് കണ്ടം വൈക്കോല് കൂട്ടിയിട്ട് കത്തിക്കുന്ന അത് വളവാണ്. ഈ ആലപ്പുഴ സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് കണ്ടങ്ങളുടെ പേര് അവർ കരി എന്നാ പറയുന്നത്. കണ്ണങ്കരി, രാമങ്കരി. അതെ, പിന്നെ അതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനത് ഗസ് ചെയ്തെടുത്താണ്. അപ്പോൾ ആർക്കെങ്കിലും ആലപ്പുഴ ഭാഗത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്. എന്തുകൊണ്ടാണ് കണ്ണങ്കരി, രാമങ്കരി എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ കരി ഉള്ളതെന്ന് കേട്ടോ. കൈനഗിരി. അപ്പോൾ നമുക്ക് വണ്ടി ഇത് ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം. അവിടെ ആകുമ്പോഴേക്കും വണ്ടി ഒന്നും വരത്തില്ല. ഇങ്ങനെ അങ്ങ് പാർക്ക് ചെയ്യാം. നടന്നാൽ മതി.
നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്ഥലത്തെത്തി, ചൂണ്ടിടുന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മീൻ മേടിക്കാനായിട്ട് ഇപ്പം നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലേ? മീൻ കട വരുന്നുണ്ടോ? ഇവിടെ നിൽക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒട്ടും വെയിലില്ല, നമുക്ക് നന്നായിട്ട് നിൽക്കാനുള്ള സ്ഥലമാണ്. കണ്ടല്ലോ, ഇത്രയും വെയിലുള്ള സമയത്ത് ഇവിടെ മാത്രം ഒരു ചെറിയ തണൽ. അപ്പോൾ ഇനി ആർക്കും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല, നമുക്ക് നേരെ മീൻ പിടിക്കാം കേട്ടോ. നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചെറിയ ലൈനും അതുപോലെ തന്നെ ചെറിയ പൊങ്ങും ചെറിയ കൊളുത്തും ഒക്കെയാണ്. ഇതേ തീറ്റയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചെമ്മീനാണ് കേട്ടോ. കണ്ടോ, ചെറിയ ചെമ്മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ അരായപ്പമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആദ്യം മമ്മി ചൂണ്ടയിട്ടേക്കുവാണ്. ആരാണ് ആദ്യം മീൻ പിടിക്കുന്നത് അറിയാലോ. ഫസ്റ്റ് ആര് പിടിക്കും? ഫസ്റ്റ് ഞാൻ പിടിച്ചാലോ? ഇത്ര താഴ്ച വേണ്ട ഇവിടെ അല്ലേ? നമ്മുടെ കയ്യിട്ടുണ്ടോ അല്ലേ? കാണിച്ചേ. ഇന്നത്തെ ആദ്യത്തെ സ്കോർ മമ്മിയാണ് കേട്ടോ. പള്ളത്തി വെള്ളം എടുത്തില്ല പപ്പേ. ഫസ്റ്റ് മമ്മി. ആ കുരി. എൻ്റെ രണ്ടാമത്തെ മീൻ ഞാൻ പിടിച്ചു. മുട്ടൻ കുരിയാ മീൻ. അടിപൊളി. കരയുന്നുണ്ടോ? നന്നായിട്ട് താത്തിക്കൊണ്ട് പോയിരുന്നു മീൻ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ മീൻ നല്ല ഭംഗിയുള്ള മീൻ. പിടയ്ക്കുന്നുണ്ടോ? എന്തായാലും പപ്പയും അമ്മയും അവിടെ ഒന്ന് ചൂണ്ടയിടട്ടെ. ഞാനാണെങ്കിൽ കണച്ചുകൊണ്ടിട്ടിട്ട് എനിക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിവർ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വരാലിനെ പിടിക്കാൻ പറ്റും നോട്ടെ. ഒരു നൈസൊരു സ്ട്രൈക്ക് അവിടുന്ന് എന്തോ സാധനം ചെയ്തു. പക്ഷെ നമ്മുടെ ലിവറിൻ്റെ പുറകിലാണ് ചെയ്ത്. നാടനാണെന്ന് തോന്നുന്നു, നാടൻ. നമ്മളെന്താണെങ്കിലും തിരിച്ചു പോവാണ് കേട്ടോ. നമുക്ക് അധികം മീനൊന്നും കിട്ടിയില്ല, നമുക്ക് വളരെ കുറച്ച് മീനേ കിട്ടിയുള്ളൂ. ലിവർ കാസ്റ്റിങ്ങിൽ ഒരു വരാൽ സ്ട്രൈക്ക് ചെയ്തു, പക്ഷേ അത് കിട്ടിയില്ല. നമ്മൾ തിരിച്ചു പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മഴക്കാറ് കയറി കിടക്കുകയാണ്. നിങ്ങൾ കണ്ടോ, ഭയങ്കരമായിട്ട് മഴക്കാറ് കയറി കിടക്കുകയാണ്. നല്ല തണുത്ത കാറ്റുമുണ്ട് കേട്ടോ, ഒട്ടും ചൂടില്ലായിരുന്നു. അപ്പോൾ മീൻപിടുത്തം ഇല്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കി, എന്നാ രസമാണെന്ന് നോക്കി. 2 മീൻ. എത്ര മീനാണ് കിട്ടിയത്? 3 മീനോ? 4 മീൻ. പിന്നെ നമ്മൾ എന്താണെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച മീൻ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നിട്ട് ഒരു 6-7 കൂരി പിടിച്ചായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ വെട്ടി ഫ്രൈ ആക്കുന്നതാണ് കേട്ടോ. ആ പടം 4 മീനുള്ളെങ്കിലും നല്ല വൃത്തിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്.
വൃത്തിയായിട്ട് വെട്ടിയില്ല, തല കളഞ്ഞുള്ളൂ, വൃത്തിയാക്കാൻ പോണേ ഉള്ളൂ. വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. വൃത്തിയാക്കാനായിട്ട് നമ്മുടെ വാളംപുളിയാണ് കേട്ടോ. വാളംപുളി അടുപ്പ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ കൂരി നന്നായിട്ട് ക്ലീൻ ആകും അല്ലേ? അടിപൊളി. നമ്മുടെ നാട്ടിൽ ഇതിന് പനഞ്ഞി എന്നാണ് കേട്ടോ പറയുന്നത്. പനഞ്ഞി. ഓരോ സ്ഥലത്തും ഓരോ പേരാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ മലപ്പുറം സൈഡിലേക്ക് കിണർ എന്നാണ് പറയുന്നത്. കിണറല്ലേ? കിണർ. വൃത്തിയായിട്ട് കല്ലിലിട്ട് തേച്ചൊരച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരയാം. നമ്മളിതിനെ കറി വെക്കാനല്ല, വറക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞു കഴിഞ്ഞാൽ മസാല നിൽക്കും, മസാലയൊക്കെ നന്നായിട്ടങ്ങ് പിടിക്കും. നന്നായിട്ട് മീൻ അടുപ്പിച്ച് വരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മസാല, നമ്മൾ കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച മുളക് പൊടി, അതും ആവശ്യത്തിന്, എരിവിച്ചിരി കൂടിയാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഫ്ലേവറിന് കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. അതിനുശേഷം ഒരു നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് അതങ്ങ് പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നല്ലോ. മീൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് 20 മിനിറ്റ് വെക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് മസാല പിടിക്കട്ടെ. നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് മീൻ വറക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ ഇട്ടിട്ട് നമ്മുടെ മീൻ വറുത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിരുന്നു. അത് ഈ പാത്രത്തിലൂടെ എടുത്ത് വെക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. നമ്മൾ മീൻ വറുത്തത് നമുക്ക് ടേബിളിൽ കൊണ്ടുവെക്കാം. ഇന്നത്തെ കറികളൊക്കെ കണ്ടല്ലോ, പരിപ്പ്, മുളക് പൊട്ടിച്ചത്, ചമ്മന്തി, പിന്നെ സ്പെഷ്യൽ ചക്ക ഉണ്ട് കേട്ടോ. നമ്മുടെ ലാസ്റ്റത്തെ നമ്മൾ മാൽപ്പയിലുള്ള ഐലൻഡിൽ പോയി മീൻ വറുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇതിനകത്തോട് ഇച്ചിരി ചോറ് അങ്ങോട്ട് ഇടണം. നല്ല ചോറ് അങ്ങോട്ട് ഇട്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ. അതുപോലെ ചോറിന് പകരമുള്ള നമ്മുടെ നാടൻ ചക്ക വേവിച്ചത് അങ്ങോട്ട് ഇട്ടിട്ട് അതിന് നന്നായിട്ട് അങ്ങ് ഇളക്കണം. ഒന്ന് മറിച്ചിടുക. എൻ്റെ പൊന്നോ, ഞങ്ങൾ ഈ കാര്യം അന്ന് പറഞ്ഞേ ഉള്ളൂ. അയലിൻ്റെ വെച്ചു ഇച്ചിരി ചോറുണ്ടായിരുന്നു അതിനകത്ത് കഴിക്കാറ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കൂരി വറുത്തതും ചക്ക വേവിച്ചതും അല്ലേ മീ? ആദ്യമേ മമ്മേനെ ടേസ്റ്റ് ചെയ്തു കേട്ടോ, ചക്കയും കൂരിയും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആൾക്കാർ സ്വന്തം പറമ്പിലെ ചക്കയും മാങ്ങയും ഒക്കെ പറിച്ച് തിന്നുവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സാധനം മേടിക്കേണ്ടി വരത്തില്ല. പിന്നെ വീടിൻ്റെ തൊട്ടടുത്ത് വല്ല തോടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി മീൻ പിടിച്ച് കഴിക്കുവാണെങ്കിൽ മീനും മേടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കഴിച്ച് ഓക്കെ, എന്താണെങ്കിലും ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളി. പക്ഷെ ചക്കയും കൂരിയും സൂപ്പർ ടേസ്റ്റ്. അമ്മ കഴിച്ചോ? അമ്മേ കഴിച്ചോ? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ കഴിച്ചില്ലോ? വാലാണോ? എങ്ങനെയുണ്ട്? നമ്മൾ ഈ ചക്കയും കൂരിയും ഒക്കെ കൂട്ടി ചോറുണ്ടേ. അപ്പൊ നിങ്ങളും നാളത്തെ ഒരു ദിവസം വീട്ടിലിരിക്കുക. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തിറങ്ങാതിരിക്കുക. നമ്മുടെ സർക്കാർ നമ്മുടെ ഈ സംവിധാനത്തോട് നമ്മൾ
നല്ല രീതിയിൽ പ്രതികരിക്കുക. നമ്മളിതിനെ ഓവർകം ചെയ്യും. കാരണം ഇതിനും വലിയ കാര്യങ്ങളൊക്കെ, പ്രളയം പോലെയുള്ള ഇതിനും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇതിനെ കുറച്ച് ബുദ്ധിപരമായിട്ട് നമ്മൾ നേരിടാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെബിൻ സെബിയൻ. ഒരു കൂരിയുടെ വാല് മുള്ളുകൂടെ നമുക്ക് കടിച്ചു വെച്ച് അവയ്ക്കാവുന്ന മുള്ളാണ്. അതിൻ്റെ കൂടെ 2-3 കറിവേപ്പില എടുത്ത് വെച്ചിട്ട് കുറച്ച് ചക്കയും കൂടെ അതിൻ്റെ കൂട്ടത്തിലെടുത്ത്